അപ്പൊ ഫാമിലി വീക്കിന്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് നമ്മുടെ സാബുമാന്റെയും ആദില നൂറയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്ബറിന്റെയും ഫാമിലിയും അതുപോലെ തന്നെ ഫ്രണ്ട്സുമാണ് ഇന്ന് വന്നിട്ടുള്ളത്. മാത്രമല്ല കിച്ചന്റെ പേരിൽ ഒരു ഭയങ്കര അടി തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഐറ്റങ്ങളും അടിയും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരിലും ജിസയിലും ഇവര് തമ്മിൽ പിരിയുന്നോ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? മാത്രമല്ല ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി പത്രമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. സോ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ ഇന്നലത്തെ കാര്യം പറയാം. ഇന്നലെ ഒരു കാര്യം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അക്ബർ നമ്മുടെ ആദിലയോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പറയാൻ ഫാമിലി ഉണ്ട്, ആദിലയ്ക്ക് വരാൻ ദിയാസന മാത്രമേ ഉള്ളൂ എന്ന് അക്ബർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ആദിലയ്ക്ക് ഭയങ്കര ഒരു പേഴ്സണലി വല്ലാണ്ട് ഹേർട്ടാവുകയും ചെയ്തു. ആദില അവിടെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അക്ബർ പോയിട്ട് സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അക്ബറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അത് അങ്ങനെ ഒരു പരാമർശം പറയേണ്ടതായിരുന്നില്ല. പക്ഷെ പറഞ്ഞത് സത്യം തന്നെയാണ്. അക്ബർ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇന്ന് വന്നത് ദിയാസനയാണ്. അതിനെ റെപ്രസെന്റ് ചെയ്ത് ദിയാസനയാണ് ഇന്ന് വന്നത് തന്നെ. മാത്രമല്ല അനുമോൾ ഇന്നലെ നല്ല പേടിച്ചു. അതായത് ആഫ്റ്റർ ദ നോമിനേഷൻ അനുമോൾ നല്ലതുപോലെ പേടിച്ചു പോയി. എന്താ വെച്ചാൽ അനുമോൾ നോമിനേഷൻ തന്നെ ലക്ഷ്മിക്കും സാവുമൻ അഗെയിൻസ്റ്റ് റിപ്പീറ്റ് ചെയ്ത നോമിനേഷൻ ആയിരുന്നു. പക്ഷെ അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കളിക്കുന്നവർ പോവുകയും ചെയ്യുന്നു, കളിക്കാത്തവർ നിൽക്കുകയും ചെയ്യുന്നു. അത് പറഞ്ഞാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തത്. ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമല്ല എന്റെ പാരന്റ്സ് ഇവിടെ വരണ്ട, എന്തിനാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോള് ഭയങ്കരമായിട്ട് രാത്രി ഇരുന്ന് ബീൻ ബാഗിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതിൽ നൂറൊക്കെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ വരുന്നത്, ഞാൻ കാരണം അവർ വിഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ കാരണം എന്റെ പാരന്റ്സ് വിഷമിക്കുന്നു പറഞ്ഞ അനുമോൾ അവിടെ കിടന്ന് കരയുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഇതിന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് പോവാം. അപ്പൊ രാവിലെ തന്നെ നെവിനും നമ്മുടെ നൂബിനും ആകാശ് സാബുമാനും കൂടെ ആന കളിക്കുന്നതിനിടയിൽ എക്സസൈസ് കളിക്കുന്നതിന് നെവിനും ഡിന്നിയും പോയിട്ട് ആന കളിക്കുന്നതാണ്, അതിലാണ് തുടങ്ങുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് അതിലോട്ട് അതിനുശേഷം നമ്മുടെ ഇവിടെ അക്ബറിന്റെ ഫാമിലിയാണ് വരുന്നത്. ആ അക്ബറിന്റെ ഫാമിലി വന്നിട്ട് ഉമ്മയും പിന്നെ അക്ബറിന്റെ വൈഫുമാണ് വരുന്നത്. അപ്പം അതിനു മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് അക്ബറിന്റെ ഉമ്മയും വൈഫും വരുന്നുണ്ട്, ആദിലയുടെ ഫാമിലിയും വരുന്നുണ്ട്, സാബുമാന്റെ ഫാമിലിയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ അക്ബറിനെ വിടുകയാണ്. അക്ബറിന് പക്ഷെ കുറച്ച് കൊടുത്തത് നല്ല എളുപ്പമുള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ. അക്ബറിന് കൊടുത്തത് അത്യാവശ്യം എളുപ്പമുള്ള ടാസ്ക് ആയിരുന്നു. ആൻഡ് ഉമ്മയും വൈഫും വന്നിട്ടുണ്ട്. അക്ബർ പെട്ടെന്ന് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവരെ പോയി കാണുന്നു. അവര് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ള പണി, നമ്മുടെ അവരെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ദിയ സനയും സീസൺ 4 ജാസ്മിൻ ആൻഡ് മൂസയാണ് വരുന്നത്. ജാസ്മിൻ ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് വന്ന ഫാമിലീസ് കണ്ടന്റ് ഹിഞ്ചിന്റെ പെരുമഴയായിരുന്നു. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഹിഞ്ചുകൾ അവർക്കിനി കിട്ടാനില്ല. അത് അവരുടെ കണ്ടസ്റ്റൻസിന് ബാക്കിയുള്ളവർക്കും കിട്ടാനില്ല, അവർക്കും കിട്ടാനില്ല. കാരണം അത്രമാത്രം ഹിഞ്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന കാര്യം അന്ന കാര്യം. അതിൽ ദിയാസന എടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻഡിവിജ്വലി കളിക്കാൻ നോക്കുക, എല്ലാവരും ചൂണ്ടി ഇൻഡിവിജ്വലി കളിക്കാൻ നോക്കുക. മാത്രമല്ല ദിയാസന ഇവിടെ പറഞ്ഞ ആരെങ്കിലും സംസാരിച്ച സ്റ്റേറ്റ്മെന്റ്സ് ആരും ഇഷ്ടപ്പെട്ടില്ല. ആരും അവിടെ കിടന്ന് ജിസൈലിന്റെ അടുത്ത് പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഫാമിലി വീക്കിന് വന്ന ഫാമിലിയായിട്ട് കാണുക, ഒരു ലവ് കാണിക്കുക, പോവുക. അല്ലാതെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറഞ്ഞ് ജിസൈലിന്റെ അടുത്ത് കിടന്ന് ചൂടാവുന്നുണ്ട്. ഇതിന്റെ പേരിൽ ജിസൈലും ആര്യനും അടിയായി അവർ തമ്മിൽ പിണക്കമാവുകയാണ്. ഇപ്പൊ ആര്യം മാറിക്കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം വന്നത്, അപ്പം ഇവര് ആദിലും നൂറയും ടാസ്ക് ചെയ്യുമ്പോൾ തന്നെ അക്ബറിന്റെ ഉമ്മയ്ക്ക് പോകാൻ സമയമായി. അപ്പൊ തന്നെ അവര് പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നു, ആദിലും നൂറയും വന്നു. ആൻഡ് ഇതിന് ശേഷം ഇതിന് ശേഷം ജാസ്മിന്റെ കാര്യം എടുത്തു പറയണം കേട്ടോ. ജാസ്മിൻ ആണെങ്കിൽ വന്നിട്ട് ആദിലയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള, അതായത് ജാസ്മിൻ അവിടെ കളിച്ച എക്സ്പീരിയൻസിലെ അനുഭവം വെച്ചിട്ട് ജാസ്മിൻ കറക്റ്റ് ആയിട്ടുള്ള ഹിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കളിക്കുക, നമ്മളെ വെച്ചിട്ട് മറ്റുള്ളവരെ കളിപ്പിക്കാതിരിക്കുക. അതായത് നമ്മുടെ കീഴിൽ നമ്മൾ കളിക്കുക, പക്ഷെ നമ്മളെ വെച്ച് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർ കളിക്കാൻ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല വലിയൊരു ഹിന്റാണ് ആദിലയ്ക്ക് കിട്ടാൻ. ദിയാസനെ വാരിക്കോരി ഹിഞ്ച് കൊടുക്കുന്നുണ്ട്, വാരിക്കോരി. എനിക്ക് ബിഗ് ബോസ് എന്താ അനൗൺസ് ചെയ്തു എന്നൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്.
അങ്ങനെ ശരിക്കും ഹിഞ്ച് അവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം അവർ രണ്ടുപേരും പോവുകയാണ്. അതിനുശേഷമാണ് സാബുമാന്റെ ഫാമിലി വരുന്നത്. ഇതിനിടയ്ക്കാണ് കിച്ചണിലെ അടി നടക്കുന്നത്. കിച്ചണിലെ വൻ അടി നടക്കുന്നത് ഇതിനിടയ്ക്കാണ്. കിച്ചണിലെ അടി എന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ബിന്നി കുരിപ്പുണ്ടാക്കി തന്നെയാണ്. ശരിക്കും ബിന്നി ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അനീഷിനെ കിച്ചൺ ക്യാപ്റ്റൻ അനീഷിനോടാണ് കൊമ്പ് കോർക്കുന്നത്. ഈ അനീഷിനോട് കൊമ്പ് കോർക്കുന്ന ഇടയ്ക്ക് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് നോൺ വെജ് ഫുഡ് മാത്രമേ വരുന്നുള്ളൂ, വെജ് ഫുഡ് വരുന്നില്ല. ഈ ഫാമിലി കൊണ്ടുവരുന്നത്. അപ്പൊ വെജ് ഫുഡ് ബിഗ് ബോസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം ജിസേലിന് ഫുഡ് ഇല്ല. ജിസേൽ വെജ് ആയതുകൊണ്ട് ജിസേലിന് ഫുഡ് ഇല്ല. അപ്പൊ ജിസേൽ എന്ത് ചെയ്യാണ്? ഫുഡ് കയറി കുക്ക് ചെയ്യാണ്. ശരിക്കും ജിസേലല്ല, അനുമോളാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. പക്ഷെ ജിസേലാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പേരിലാണ് അവിടെ അടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അനീഷും നന്നായിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഷാനവാസ് എന്ന് സത്യം പറഞ്ഞാൽ ഷാനവാസ് ഇന്ന് 6 ബോറായിരുന്നു. ഷാനവാസ് ഇന്ന് ചെയ്ത പ്രവൃത്തികളും ഷാനവാസിന്റെ ഒരു ഷോ ഓഫും കണ്ട 6 ബോറായിരുന്നു. സീരിയസ്ലി 6 ബോർ എന്ന് വെച്ചാൽ ഭയങ്കര ബോറായിരുന്നു. അങ്ങനെ അവിടെ അവർ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇതിനിടയ്ക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, അനീഷ് തുപ്പിയിട്ട ഭക്ഷണം ഇനി ഞാൻ കഴിക്കില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇത് അനീഷ് ശരിയല്ലെന്ന് പറഞ്ഞ അനീഷും ലക്ഷ്മിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ സാബുമാന്റെ ഫാമിലി വരികയാണ്. സാബുമാന്റെ ഫാമിലി വന്ന് അപ്പൊ ഈ സാബുമാൻ ഗെയിം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ബോളൊക്കെ ബൗൺസ് ചെയ്യുന്ന ഗെയിമായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും 7ന്റെ പണിയുടെ ലോഗോയുടെ ഒരു ലാലേട്ടന്റെ ഒരു പിക്ചറിന്റെ ഒരു പസിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അത് അവരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഈ സാബുമാന്റെ ഫാമിലി ട്രിവാൻഡ്രംകാരായിട്ട് നമ്മുടെ സ്പെഷ്യൽ ബോളിയും പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പങ്കിട്ട് കഴിക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് നമ്മുടെ പ്രധാന തന്തു, അതായത് അടി നടക്കുന്നത്, കിച്ചൺ അടി നടക്കുന്നത്, മട്ടൻ അടി നടക്കുന്നത്. ഞാൻ ചിക്കൻ എന്നാണ് പറഞ്ഞത്, കിച്ചൺ എന്നല്ലേ പറഞ്ഞ മട്ടൻ അടി നടക്കുന്നത്. അതായത് ഈ അനുമോള് കിച്ചണിൽ കറക്റ്റ്ലി എല്ലാവർക്കും പീസ് എടുത്ത് കൊടുക്കുകയായിരുന്നു. അതായത് പീസും റൈസും ആയിട്ട് കൊടുക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഓരോരുത്തർക്ക് പീസ് കൊടുക്കുന്നതിനിടെ ഈ ഷാനവാസ് കൈയിട്ട് വാരി പ്ലേറ്റ് വെക്കുകയാണ്. അപ്പം ആദ്യം ഒരു തവണ പറഞ്ഞു, രണ്ടാമതൊരു പറഞ്ഞു എന്താണ് ഇക്ക കാണിക്കുന്നതെന്ന് അനുമോളൊരു പറഞ്ഞു. പിന്നെ ഷാനവാസിട്ട് കാണിക്കുകയാണ്. ഇതിനുശേഷം ഇത് ഷാനവാസ് കാണിക്കുന്നുണ്ട് ആരിന് പീസ് എടുത്തുകൊണ്ട് പോവാണ്. പീസ് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇത് റിപ്പീറ്റ് ഷാനവാസ് ചെയ്തപ്പം അനുമോള് കൊടുക്കുന്നത് നിർത്തിയിട്ട് അനുമോള് എനിക്കിനി ഫുഡ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങി പോവാണ്. കരഞ്ഞു പോയിട്ട് നേരെ ബെഡ്റൂമിൽ പോയിരുന്ന് കരയുന്നുണ്ട്. നന്നായിട്ട് അനുമോളിൽ നിന്ന് കരയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഷാനവാസ് ഇവിടെ ചെയ്തത് 6 ബോറായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഷാനവാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നോ? ഇല്ല, ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ പഴി നേരെ ആര്യന്റെ മേലെ വെക്കാനാണ് നോക്കുന്നത്. ആര്യന്റെ മേലെ കൊണ്ട് വെക്കാനാണ് നോക്കുന്നത്. ഇതിൽ അനുമോൾ കരഞ്ഞോണ്ട് പറയാണ്, കരഞ്ഞോണ്ട് പറയുന്ന മാത്രമല്ല അനുമോള് മൊട്ടം പ്രാക്ക് ഷാനവാസിനിട്ട് പ്രാവുന്നുണ്ട്. അനുമോള് കരഞ്ഞോണ്ട് പറയാണ്, എപ്പോഴും ഞാൻ ഫുഡ് കൊടുക്കാൻ നേരത്തെ ഇയാൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, ഇയാൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ, കഴിക്കുന്ന ആഹാരത്തിൽ റെസ്പെക്ട് കാണിക്കണ്ടേ. അപ്പൊ ബിന്നി പറയുന്നത്, നീയാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്, നിനക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം നീ കൊടുക്കുന്നതാണ്, ഞാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇയാൾ കാണിക്കില്ലല്ലോ എന്ന് ബിന്നി പറയുന്നുണ്ട്. ശരി, കറക്റ്റ് പോയിന്റ് ആണ് ബിന്നി പറഞ്ഞത്. ആൻഡ് അതിനുശേഷം എന്താണ് അനുമോളെ വന്നിട്ട് ആദിനെ നൂറൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്, എടീ വന്ന് ഫുഡ് കഴിക്കുക. ഇതിനിടയ്ക്ക് അനീഷും ഷാനവാസും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. ആര്യനൊക്കെ ആയിട്ട് വാക്കേറ്റം. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കണേ അനുമോളുടെ മുമ്പിൽ പോയി തെണ്ടണം, എന്നാലേ ഫുഡ് കിട്ടും. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ശരിക്കും കറക്റ്റ്ലി പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. അനുമോള് കറക്റ്റ്ലി എല്ലാവർക്കും ഫുഡ് എടുത്ത് കൊടുക്കുക തന്നെയാണ് ചെയ്തത്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് ബിരിയാണി റൈസ് മാത്രം കിട്ടിയാൽ പോലെ ഇത് പീസും കിട്ടണ്ടേ. അപ്പം മട്ടൻ ബിരിയാണിയാണ്. അപ്പൊ അത് കറക്റ്റ്ലി എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഭാഗത്ത് മെയിൻലി അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല. ഷാനവാസ് തന്നെയാണ് ഇതിന്റെ തുടക്കം ഇട്ടത്. എന്നിട്ട് ഷാനവാസും അനീഷും തമ്മിൽ നല്ല വഴക്കുണ്ടായി. എന്നിട്ട് അനീഷ് പറയാണ്, നീ ഇവിടെ ഫേക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനീഷ് അവിടെ വളച്ചൊടിക്കുന്നതല്ല, അനീഷ് കറക്റ്റ്ലി ഓരോ കാര്യം പറയാണ് ചെയ്തത്. ആൻഡ് അത് മാത്രമല്ല ആരിന്റെ മേലെ ഇത് കൊണ്ട് വെക്കാനും നോക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ ഇറങ്ങുന്നു ഷാനവാസെ എന്ന് പറഞ്ഞ് അനീഷ് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഷാനവാസ് ഫുഡ് അവിടെ ഇട്ടിച്ച് പോവാണ്. എന്നിട്ട് ഇതിന് ശേഷമാണ് അനുമോള് പ്രാവുന്നത്. ഇതിനിടയ്ക്കാണ് അനുമോള് പ്രാവുന്നത്. ഇവനൊക്കെ ഫുഡ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇവനൊക്കെ കഷ്ടപ്പെടും, നോക്കിക്കോ. കാരണം ആഹാരത്തിന് മുമ്പിൽ ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് അനുമോൾ അവിടെ വെക്കുന്ന മൊട്ടം പ്രാക്ക്. പക്ഷെ അനുമോൾ അത്രത്തോളം നല്ല ഇമോഷണലി ആയിരുന്നു. പക്ഷെ അനുമോൾ ഇമോഷണലി അവർക്ക് പ്രാവി ഓർമ്മയുണ്ടല്ലോ, അപ്പാനിയെ അക്ബറിനെ എന്തോ പ്രാവി ഓർമ്മയുണ്ടല്ലോ, അതുപോലെ മൊട്ടം പ്രാക്കാണ് ഷാനവാസിനെ പ്രാവിയത്. അങ്ങനെ എന്ത് ചെയ്തു,
അവിടെ ഇതിന്റെ പേരിൽ പിന്നെ അവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. ഇത് കഴിച്ചതിന് ശേഷം ഊഞ്ഞാലി ഇരുന്നുകൊണ്ട് ഒനിയിലും ആര്യനും തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. പറഞ്ഞ് ഒനിയിലും ആര്യം ചെയ്ത് തെറ്റാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒനിയിലും ആര്യനും തമ്മിൽ അവിടെ കിടന്ന് ഭയങ്കര വഴക്കുണ്ടാവുന്നുണ്ട്. ഒനിയിലെ കറക്റ്റ് ഭാഷ എടുക്കുകയും ചെയ്തു. ആൻഡ് അതിനുശേഷം ഷാനവാസും അക്ബറും തമ്മിൽ വഴക്കുണ്ടാവുന്നില്ല. ഇനി ഇവര് കൂട്ടത്തോടെ വഴക്കുണ്ടായപ്പോ അനീഷ് വന്ന് പറയാണ്, ബിഗ് ബോസ് ഇനി വീട്ടുകാരെ കൊണ്ടുവന്ന ഒരു ഫുഡും ഇങ്ങോട്ട് കൊടുത്തയക്കണ്ട എന്ന് അനീഷ് പറയാണ്. വളരെ നല്ല കാര്യം. പക്ഷെ നല്ല കാര്യം എന്നല്ല, ആകെ ഇവർക്ക് കിട്ടുന്നത് ഈ ഒരു ഫുഡ് മാത്രമല്ല, വേറെ ഒന്നും കിട്ടുന്നില്ല, പരിപ്പും അരിയും മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഇതിന്റെ പേരിൽ വലിയൊരു അവിടെ വഴക്കുണ്ടാകുന്നുണ്ട്. ഇതിന് ശേഷം ഇത്രയാണ് ഇന്ന് മെയിൻലി നടന്ന കണ്ടന്റ് ഇതൊക്കെയാണ്. ഇതിനുശേഷം ഇതിനിടയ്ക്ക് ഈ നെവിനാണെങ്കിൽ ന്യൂബിനെ വിടുന്നില്ല. ന്യൂബിന്റെയും ബെന്നിയുടെ അടുത്ത് പോയിട്ട് ഒരേ ഇരിപ്പാണ്. ഒരേ ഇരിപ്പെന്ന് വെച്ചാൽ അവരടുത്ത് നിന്ന് മാറുന്നില്ല. അങ്ങനെ എല്ലാവരും വഴക്കുറഞ്ഞ് നെവിനെ അവസാനം മാറ്റുകയാണ് ചെയ്യുന്നത്. നെവിൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഭയങ്കര ബോറാണ് നെവിൻ കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നതിനിടയ്ക്ക് ഇയാൾ നെവിൻ എന്തിനാ പോയിരിക്കുന്നത്? സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടോ അവിടെ പോയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ബിന്നി അടക്കി ന്യൂബിനോട് സംസാരിച്ച് കരയുന്നൊക്കെ ഉണ്ട്, സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ കണ്ടന്റ് അല്ല, ഇന്ന് നടന്ന മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം BB+ൽ എന്തൊക്കെ കൂടുതൽ കാണിക്കാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഇന്ന് കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ആര്യം പോയിട്ട് അക്ബരോട് പറഞ്ഞു ഞാൻ ഇനി നിന്റെ ബെഡിൽ കിടക്കട്ടെ എന്ന് പറയാണ്. കാരണം ആര്യം ജിസേലും നല്ലതുപോലെ വഴക്കുണ്ടാവുന്നുണ്ട്. ബാത്റൂമിന്റെ അവിടെ നിന്ന് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഈ ബാത്റൂമിന്റെ അവിടെ നിന്ന് ഇവർ സംസാരിക്കുന്ന കണ്ട കറക്റ്റ് ഹിന്ദി ബിഗ് ബോസ് ആയിരുന്നു. സീരിയസ്, ഇതിന് രണ്ടിനും വല്ല ഹിന്ദി ബിഗ് ബോസിലും കൊണ്ടുണ്ടാവുള്ളായിരുന്നു. കറക്റ്റ് ഹിന്ദി ബിഗ് ബോസിലെ കണക്കാണ് ഹിന്ദിയും ഇംഗ്ലീഷും ചേർത്ത് സംസാരിക്കുന്നത്. നെവിൻ ഇവിടെ ഇരുന്നിട്ട് ഇവരെന്തൊക്കെയായി പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു നെവിൻ. അങ്ങനെ ആര്യനും ജിസയിലും ഏകദേശം നല്ല വഴക്കുണ്ടാവണം. ഈ ദിയാസന വന്ന് എന്തോ പറഞ്ഞതിന്റെ പേരിലാണ് ആര്യനും ജിസയും തമ്മിൽ മൊത്തം വഴക്കോടെ ഉണ്ടാവുന്നത്. അല്ലാതെ തന്നെ ഇതിനിടയ്ക്ക് ആര്യൻ ലക്ഷ്മിയായിട്ട് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഷാനവാസ് ലക്ഷ്മിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ലക്ഷ്മീനെ കുറെ ആയിട്ട് കുത്തുന്നൊക്കെ ഉണ്ട്, ബുള്ളി ചെയ്യുന്നൊക്കെ ഉണ്ട് ഷാനവാസ്. എനിവേ ഇത്രയാണ്. അവിടെ എന്നും കിച്ചന്റെ പേരിൽ അടിയാണ്. ഇന്നലെയും കിച്ചന്റെ പേരിൽ അടിയായിരുന്നു, ഇന്ന് കിച്ചന്റെ പേരിൽ അടിയായിരുന്നു. മിക്കവാറും നാളെയും മറ്റന്നാൾ ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ അടി ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പൊ BB+ കണ്ടിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂവില് ഞാൻ കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നോട്ട് ചെയ്തില്ല, അതാണ് വിട്ടുപോകാനുള്ള റീസൺ. അപ്പൊ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കറക്റ്റ് ചെയ്ത് നേരെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് നെക്സ്റ്റ് റിവ്യൂവില് ഞാൻ പറയുന്നതായിരിക്കും. സോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.